ഗസയിലെ വംശഹത്യയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി ദുഃഖം രേഖപ്പെടുത്തി. വിഷയത്തിലെ ഇന്ത്യയുടെ മൗനം ലജ്ജാകരമെന്നും വിദേശനയം കളങ്കപ്പെട്ടെന്നും പ്രവർത്തക സമിതി കുറ്റപ്പെടുത്തി. പി ആർ അരവിന്ദ് വീണ്ടും ചേരുന്നു. അരവിന്ദ്, ഗസ വിഷയത്തിൽ എന്താണ് സമിതി ചർച്ച ചെയ്തത്? ഇന്ത്യയുടെ നിലപാടിനെ എങ്ങനെ തള്ളുന്നു? വിവിധ വിഷയങ്ങളായിരുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പ്രധാനമായും ചർച്ച ആയിട്ട് വന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി വന്നത് ഗസയിലെ വംശഹത്യയാണ്. കാരണം നിരവധി പേർക്കാണ് ഗസയിൽ നടന്ന വംശഹത്യയിൽ ആ ജീവൻ നഷ്ടമായത്. ഇതിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ് ആ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചെയ്തത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ വലിയ വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. കാരണം നേരത്തെ തന്നെ ലോകതലങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഗസയിലെ വംശഹത്യയിലടക്കം ഇന്ത്യ ഇപ്പോഴും മൗനം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ ലക്ഷ്യമുണ്ടാക്കുക അല്ലെങ്കിൽ അപമാനകരമായ നടപടി എന്നതാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വിദേശ നയം പൂർണ്ണമായും തകർന്നിരിക്കുന്നുവെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു. മറ്റു വിഷയങ്ങൾ, കാരണം അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം ഇപ്പോൾ ഈ വിദേശ നയവുമായി ബന്ധപ്പെട്ട തകർച്ചയിൽ കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ഗസയിലെ വംശഹത്യയിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ഗസയിൽ ഒരു ഐക്യദാർഢ്യം കൂടി തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ധന്യ. ശരി.